വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അറസ്റ്റിൽ. സെക്രട്ടറി എൽ സിന്ധുവിന്റെ പരാതിയിലാണ് പട്ടികജാതി വർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തത്. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്നാണ് ആര്യനാട് പോലീസ് ശ്രീകണ്ഠനെ പിടികൂടിയത്. കഴിഞ്ഞ മാസം 6-ന് വൈകിട്ട് 4-ഓടെയാണ് സംഭവം. ഓഫീസ് മുറിയിൽ ജീവനക്കാരോട് സംസാരിക്കുന്നതിനിടയിൽ എത്തിയ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയോട് മോശമായ പദപ്രയോഗം നടത്തി ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ച് അടിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. നെടുമങ്ങാട് ജില്ലാ സ്പെഷ്യൽ SC/ST കോടതിയിൽ ഹാജരാക്കിയ ശ്രീകണ്ഠനെ അടുത്ത 16 വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. വെള്ളനാട് പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം 6-ാം തീയതി സെക്രട്ടറിയുടെ റൂമിലുണ്ടായ ഒരു സംഭവമാണ്. ജാതിയുടെ പേരിൽ വളച്ചൊടിച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആ വന്ന സെക്രട്ടറി കൊടുത്ത മൊഴി തെറ്റാണ്. അങ്ങനെ ഒരു സംഭവമേ അവിടെ ഉണ്ടായിട്ടില്ല. വെള്ളനാട് പഞ്ചായത്തിലെ അഭിമാന പദ്ധതിയായ വെള്ളനാട് ഗംഗാമര പൊതുമശാനത്തിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് കാലതാമസം നേരിട്ടപ്പോൾ ഞാൻ കയറി സെക്രട്ടറിയുമായി സംസാരിച്ചതാണ് ഈ വിഷയത്തിന് ആസ്പദം. അവർ 2 ലക്ഷം രൂപയെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു തുക ഇല്ല. 1,34,000 രൂപയാണ് ബില്ല് വന്നത്. അതാണ് സെക്രട്ടറി ചോദിച്ചത്. എന്നാൽ 90,000 രൂപ 80,000 രൂപയ്ക്ക് ഞാൻ പണി പൂർത്തിയാക്കി ഇപ്പോൾ മശാനം പ്രവർത്തിക്കുന്നു. അന്ന് ഞാൻ പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം സത്യദാസ് അടക്കം 8-10 പേര് പ്രസിഡന്റ് റൂമിൽ ഇരിക്കുമ്പോഴാണ് 4 മണിയോടുകൂടി ഒരു പഞ്ചായത്തിൻ്റെ വീട് പെർമിറ്റുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഞാനിന്ന് ഒരാഴ്ച കൊണ്ട് പഞ്ചായത്തിൽ ഇറങ്ങി കയറുന്നു, എനിക്കിതുവരെ പെർമിറ്റ് കിട്ടിയില്ല, എന്താണ് നിങ്ങളൊക്കെ എന്തിനൂടെ ഇങ്ങനെ ഇരിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ സെക്രട്ടറി റൂമിൽ രഹസ്യയോഗം കൂടുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന പ്രസിഡന്റിനെയോ എന്നെയോ മറ്റാരെയും അറിയിക്കാതെ രഹസ്യയോഗം കൂടി. ഞാൻ ചെന്ന് തുറന്ന് ചോദിച്ചു, എന്തിനാണ് ഈ രഹസ്യയോഗം? ഇത്രയും ആൾക്കാർ പുറത്ത് പല ആവശ്യങ്ങൾക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ കഥവടച്ച് കമ്മിറ്റി കൊണ്ട് ശരിയല്ലല്ലോ. അപ്പോൾ വൈസ് പ്രസിഡന്റ് എന്ത് കാര്യം? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ കൂടും, അതിനുള്ള അധികാരം എനിക്കുണ്ട്, നിങ്ങൾക്ക് പോകാം. എന്നെ ഗെറ്റോട്ടടിച്ച് വെളിയിൽ വിട്ടാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു ജനപ്രതിനിധി നിലയ്ക്ക് പഞ്ചായത്തിൻ്റെ പൊതുഭരണം കൈകാര്യം ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് നിലയ്ക്ക് ഞാൻ അവരെ ചോദ്യം ചെയ്തു എന്നുള്ളത് സത്യമാണ്. അവരുടെ ജാതിയും മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് ചെയ്തത്. പക്ഷേ അവർ പറഞ്ഞു, ഞാൻ CPM ആണ്, ഞാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥയാണ്, എന്നെ നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സെക്രട്ടറി ജാതി പറയരുത് എന്ന് ഞാൻ പറയുകയാണ് ചെയ്തത്. എന്നെ ജാതിയുടെ മതിൽക്കെട്ടിനകത്ത് കെട്ടിപ്പൂട്ടിയിടാൻ CPM നടത്തിയ ഒരു രാഷ്ട്രീയ പകപോക്കലാണ് ഈ സംഭവം എന്നാണ് ഇപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ സെക്രട്ടറിയെ നിർബന്ധിച്ച് പഞ്ചായത്തിൽ കൊണ്ടുവന്നത് കഴിഞ്ഞ 4 വർഷത്തെ സദ്ഭരണം അതിൽ അസൂയ പൂണ്ട ചില ഇടതുപക്ഷക്കാർക്കുണ്ടായ അസ്വസ്ഥതയാണ് ഈ സംഭവത്തിന് കാരണം. അതാണ് എന്നെ അറസ്റ്റിൽ കൊണ്ടുപോയി ബഹുമാനപ്പെട്ട നെടുമങ്ങാട് കോടതി എനിക്ക് ജാമ്യം അനുവദിച്ചത്. അത് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസ് സത്യാവസ്ഥ മനസ്സിലാക്കിയത് അത് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം ലഭിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സത്യസന്ധമായി എൻ്റെ മതേതരത്വ പ്രവർത്തനത്തിന് ഒരു അംഗീകാരം കൂടിയാണ് ഈ അറസ്റ്റിന് ശേഷം എനിക്ക് ജാമ്യം അനുവദിച്ചതെന്ന് ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഞാനൊരു മതേതരവാദിയായി ഞാൻ തുടർന്ന് നിലകളിൽ പോയതുപോലെ തുടർന്ന് ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. വെള്ളനാട് ശ്രീകണ്ഠൻ എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖനായ വെള്ളനാടിൻ്റെ നേതാവ് ഇന്ന് അറസ്റ്റിലാവുകയും പൊടുന്നനെ ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തു. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ 4 വർഷം കൊണ്ടുള്ള നമ്മുടെ ഭരണത്തിൽ അസ്വസ്ഥത കൊണ്ട പലരുമാണ് ഈ കേസിന് പിന്നിലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കാരണം വെള്ളനാട് ശ്രീകണ്ഠൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയോട് കൂടി തന്നെയാണ് ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ജീവനക്കാർ തുടരുന്നത് എന്നുള്ളത്. അത് അവരുടെ CPMൻ്റെ ഒക്കെ ഒത്താശയോടുകൂടി തന്നെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് നേരിട്ടറിയാം. അവർ വന്ന കാലയളവ് മുതൽ അവരുടെ വർത്തമാനവും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള വർത്തമാനം തന്നെയാണ് അവരെ ഈ കേസിലേക്ക് നയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവർക്കൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ വന്നത്. അപ്പോൾ ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഒരു കള്ളപ്രചരണം നടത്തുകയും ബോധപൂർവമായി ഇങ്ങനെ ചെയ്ത ഒരു പ്രവൃത്തി രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഇങ്ങനെയൊരു സംഭവം പഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനെ തികച്ചും അവർ തന്നെയാണ് കൂടുതൽ പ്രകോപിതയായി ഞങ്ങളുടെ പെരുമാറുകയും എന്നെ ഉൾപ്പെടെ വളരെ മോശമായ ഭാഷയിലാണ് ഒരു പഞ്ചായത്തിൻ്റെ ഒരു ജീവനക്കാരി അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥ പെരുമാറാൻ പാടില്ലാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത അസഭ്യമായ
ഭാഷ സംസാരിച്ചുകൊണ്ടാണ് മറ്റു ജീവനക്കാരോട് പോലും അവർ പെരുമാറുന്നത് എന്നുള്ളതിൽ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ എന്നാൽ ജീവനക്കാരെ അവരുടെ ഹെഡ് എന്നുള്ളതിൽ മറച്ചു വയ്ക്കുകയാണ്. അവിടെ പലർക്കും സമ്മർദ്ദം, ഇവരൊക്കെ അടുത്ത് തന്നെ പല ജീവനക്കാരും സമ്മർദ്ദം അനുഭവിക്കുകയും ചെയ്യുന്നു. അവരുടെ ഭാഷയിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ഓഫീസിനകത്ത് പലർക്കും ഇവരുടെ വർത്തമാനത്തിൽ അസ്വസ്ഥത പലപ്പോഴും ഉണ്ടാകുന്നതായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്.